വാഹനങ്ങളുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. നിലയ്ക്കൽ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നും ഏറെക്കുറെ 1/2 കിലോമീറ്റർ മാറിയുള്ള ഭാഗത്താണ് ഇപ്പോഴുള്ളത്. എരുമേലിയിൽ നിന്നും അതോടൊപ്പം തന്നെ പത്തനംതിട്ട മേഖലയിൽ നിന്നും കടന്നു വരുന്ന വാഹനങ്ങളാണ് വഴിയുടെ നേരെ എതിർ ദിശയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണയിൽ കടന്നു പോകാവുന്നതിനേക്കാൾ വേഗത കുറച്ച് മാത്രമേ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്നുള്ളൂ. അത്തരത്തിലാണ് നിലവിലെ ട്രാഫിക് ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഉച്ചയോടുകൂടി നിലയ്ക്കലിലെ പാർക്കിംഗ് ഗ്രൗണ്ട് ഏറെക്കുറെ പൂർണ്ണമായും നിറഞ്ഞ ഒരു അവസ്ഥയിലായിരുന്നു. അതോടുകൂടിയാണ് കടുത്ത നിയന്ത്രണത്തിലേക്ക് പോയത്. ഇലവുങ്കൽ മുതലാണ് വാഹനങ്ങളുടെ നിയന്ത്രണം. അതായത് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന സ്ഥലത്തുനിന്ന് ഏറെക്കുറെ 2.5 കിലോമീറ്റർ പിന്നിലേക്കാണ് ഇലവുങ്കൽ എന്ന സ്ഥലം. അവിടെയാണ് പത്തനംതിട്ടയിൽ നിന്നെത്തുന്ന വഴിയും കോട്ടയം എരുമേലി ഭാഗത്തു നിന്നുള്ള വഴിയും ഒന്നിച്ചു ചേരുന്നത്. അവിടെയാണ് ആദ്യഘട്ട നിയന്ത്രണം. അതിനുശേഷമുള്ള ഈ 2.5 കിലോമീറ്റർ വരുന്ന ഭാഗത്ത് വളരെ സാവധാനം മാത്രമാണ് പോലീസ് ഉദ്യോഗസ്ഥർ വാഹനങ്ങൾ കടത്തിവിടുന്നത്. കാരണം മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന വാഹനങ്ങൾക്ക് അസൗകര്യമുണ്ടാകാത്ത വിധത്തിൽ ഉള്ളിലേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്ന സ്ഥിതിയാണുള്ളത്. അതേസമയം വരും മണിക്കൂറുകളിൽ കൂടുതൽ വാഹനങ്ങൾ എത്തുന്ന പക്ഷം ഭക്തരെ അടക്കം നിലയ്ക്കലിൽ കൂടുതൽ ആളുകളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് തിരക്ക് നിയന്ത്രിക്കുന്നതിനാവശ്യമായ ക്രമീകരണങ്ങളിലേക്ക് കടക്കുകയാണ്. മാത്രമല്ല വാഹനങ്ങൾ വരുന്നത് വളരെ വേഗം കുറച്ചാണ്. വലിയ തിരക്കാണെന്ന് തോന്നുന്നല്ലേ? വലിയ ക്യൂ നിന്ന പോലെയാണ് വാഹനങ്ങൾ വരുന്നത്. തിരിച്ചിറങ്ങി പോകാനും ഇത് തന്നെയാണോ അവസ്ഥ? ഈ കാണുന്ന ദൃശ്യം അത് എരുമേലി ഭാഗത്തേക്കുള്ളതാണോ അതോ നമ്മുടെ പത്തനംതിട്ട ഭാഗത്തേക്ക് പോകുന്ന റോഡാണോ ഈ കാണുന്ന ദൃശ്യം? നിറയെ വാഹനങ്ങളാണ് വരാനും പോകാനും ഒക്കെ. അതും വളരെ വേഗം കുറച്ച് വലിയ നിയന്ത്രണത്തിൽ വരുന്നുവെന്നാണ് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. ഈ വാഹനങ്ങളുടെ മുൻഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് ഈ കാണുന്നതിൽ അത് സന്നിധാന മേഖലയിലേക്കുള്ള വാഹനങ്ങളാണ്. പത്തനംതിട്ട മേഖലയിൽ നിന്നും എത്തുന്ന വാഹനങ്ങളെക്കാൾ കൂടുതൽ കോട്ടയം എരുമേലി ഭാഗത്തു നിന്നുള്ള വാഹനങ്ങളാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിൽ അധികമെന്ന് നമുക്ക് ഇലവുങ്കൽ നിന്നാൽ മനസ്സിലാക്കാം. ഇലവുങ്കൽ എന്ന സ്ഥലത്താണ് പത്തനംതിട്ടയും അതോടൊപ്പം തന്നെ എരുമേലി ഭാഗത്തു നിന്നുള്ള വഴിയും കൂടി ചേരുന്നത്. അവിടെ മുതലാണ് നിയന്ത്രണം ഉള്ളത്. സാധാരണഗതിയിൽ വളരെ വേഗത്തിൽ കടന്നു പോകാവുന്ന ഭാഗമാണ്. എന്നാൽ നിയന്ത്രണത്തിൻ്റെ ഭാഗമായി വളരെ സാവധാനമാണ് വാഹനങ്ങളെ കടത്തിവിടുന്നത്. എന്നാൽ പൂർണ്ണമായും തടസ്സപ്പെടുന്നുമില്ല എന്നുള്ളതാണ് വിശേഷമായ സ്ഥിതി. എന്തായാലും നിലയ്ക്കൽ മാത്രമല്ല, ഇനി വരും മണിക്കൂറുകളിൽ ഭക്തരുടെ എണ്ണം കൂടി വരുന്ന പക്ഷം, വാഹനങ്ങളുടെ എണ്ണം കൂടി വരുന്ന പക്ഷം പത്തനംതിട്ടയ്ക്കും നിലയ്ക്കലിനും ഇടയിലുള്ള ഇടത്താവളങ്ങളിൽ കൂടുതൽ വാഹനങ്ങൾ പിടിച്ചിടും. അവിടെ ഭക്തർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാനുള്ള ക്രമീകരണങ്ങൾ നിർദ്ദേശം ജില്ലാ കളക്ടർ റവന്യൂ വകുപ്പിന് നൽകിയിട്ടുണ്ട്. മുൻപും തീർത്ഥാടനത്തിൻ്റെ ഏറ്റവും പീക്ക് ടൈമിൽ ഒക്കെ തന്നെ പത്തനംതിട്ട അടക്കം ഇടത്താവളങ്ങളിൽ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി തിരക്ക് നിയന്ത്രണത്തിൻ്റെ ഭാഗമായ ക്രമീകരണങ്ങൾ ചെയ്തിരുന്നു. സമാന നിലയിലേക്ക് പോകേണ്ടി വരുമെന്ന സൂചനകളാണ് നൽകി വരുന്നത്. ഇന്നും ഇന്നലെയുമായി ഉണ്ടായിട്ടുള്ള തിരക്കിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി ജില്ലാ കളക്ടർ വിശദീകരിക്കുന്നത് സാധാരണ നിലയിൽ 70,000 പേരുടെ നേരത്തെയുള്ള ബുക്കിംഗ്, ഒപ്പം തന്നെ 20,000 എന്നുള്ള സ്പോട്ട് ബുക്കിംഗ്, ഇതുകൂടാതെ തൊട്ടടുത്ത ദിവസം വെർച്വൽ ക്യൂ വഴി ബുക്കിങ്ങിന് ദർശനത്തിന് അനുമതി തേടിയിട്ടുള്ളവർ നല്ലൊരു ശതമാനം ആളുകൾ കൂടി തലേ ദിവസം വന്നു. അത്തരത്തിൽ അതാണ് ഇന്ന് ഉണ്ടായ വലിയ തോതിലുള്ള ഭക്തജനത്തിരക്കിന് പ്രധാനപ്പെട്ട കാരണമായി ജില്ലാ കളക്ടർ വിശദീകരിക്കുന്നത്. അതായത് ഈ വിഷയങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ 2 പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് എത്തിച്ചേരുന്ന മുൻകൂട്ടി ബുക്ക് ചെയ്യാത്ത ആളുകൾക്കും എത്തിച്ചേർന്നാൽ സ്പോട്ട് ബുക്ക് ചെയ്ത് പരമാവധി ആളുകൾക്ക് ദർശനത്തിനുള്ള സൗകര്യമാണ് ഇന്ന് വരെ ഉണ്ടായിരുന്നതെങ്കിൽ നാളെ മുതൽ സ്ഥിതി മാറുകയാണ്. 20,000 എന്നുള്ള കണക്കിലേക്ക് സ്പോട്ട് ബുക്കിംഗ് മാറുകയാണ്. അതിനപ്പുറത്തേക്ക് ഒരാൾ വന്നാൽ തൊട്ടടുത്ത ദിവസം മാത്രമേ ബുക്കിങ്ങിൽ ഉൾപ്പെടുത്താൻ കഴിയുകയുള്ളൂ, മല കയറാനും കഴിയുകയുള്ളൂ എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഇന്ന് ബുക്ക് ചെയ്തിട്ടുള്ള ആളുകൾക്ക് മാത്രമായി വെർച്വൽ ക്യൂവിൽ ദർശനത്തിനുള്ള അനുമതി നൽകുന്നു. ഒപ്പം തന്നെ സ്പോട്ട് ബുക്കിംഗ് എന്നുള്ളത് 20,000-ൽ മാത്രമായി ഒതുങ്ങുന്നു എന്നുള്ള പുതിയ സംവിധാനത്തിലേക്ക് വരികയാണ്. അതോടുകൂടി പ്രേക്ഷകർ കാണുന്നത് നിലയ്ക്കലിന് സമീപത്ത് ഇപ്പോൾ എരുമേലിയിൽ നിന്ന് വരുന്ന റോഡ്, കോട്ടയം എരുമേലി റൂട്ടിലൂടെ വരുന്നവരും ഒപ്പം പത്തനംതിട്ടയിൽ നിന്ന് വരുന്നവരും റോഡ് സംഗമിക്കുന്ന സ്ഥലമാണ്. എരുമേലി റൂട്ടിൽ നിന്ന് വാഹനങ്ങൾ ഒട്ടേറെ നേരം അവിടെ കിടക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അത്ര വലിയ തിരക്ക്, ശബരിമലയിൽ എത്രത്തോളം വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്, വരും മണിക്കൂറുകളിൽ എത്രത്തോളം വലിയ തിരക്കാണ് അവിടെ അനുഭവപ്പെടാൻ പോകുന്നത് എന്നത് വ്യക്തമാക്കുന്നതാണ് ഈ തിരക്ക്. മാത്രമല്ല പമ്പയിലേക്ക് ഇപ്പോൾ KSRTC ബസ്സുകൾ മറുഭാഗത്ത് നിന്ന് വന്ന് അതിനെ കടത്തിവിടുന്നതുമൊക്കെ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിലയ്ക്കലിൽ വലിയ തിരക്ക് അനുഭവപ്പെടുകയാണ്. ശബരിമലയിലെ യഥാർത്ഥ ചിത്രം എന്താണ് എന്നത് കൂടുതൽ വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഈ സായാഹ്നത്തിൽ ഇപ്പോൾ നിലയ്ക്കലിൽ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്നത്.